ബാക്ക് ടു മൈ ചാനൽ. സോ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത് ആക്ച്വലി അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വീഡിയോ ആണ്. ഇതൊരു വ്ളോഗാണ്. ബാംഗ്ലൂരുമായിട്ട് വരുമായിരുന്നു. സോ നമുക്ക് ഇപ്രാവശ്യം നമ്മൾ മൈസൂർ റൂട്ടാണ് വന്നത്. സോ നമുക്ക് അങ്ങനെ പെട്ടെന്നൊരു പ്ലാനില് നമുക്ക് മൈസൂർ റൂട്ട് വരേണ്ടി വന്നു. പോണ വഴിക്ക് നമ്മൾ വിചാരിച്ചു പിന്നെ മൈസൂർ പാലസ് സ്റ്റാർട്ടിങ് മൈസൂർ പാലസ് കാണുമെന്ന് ഞാൻ ഓൾറെഡി കണ്ടിട്ടുണ്ട് പണ്ട്. വിലൂപ് കണ്ടിട്ടില്ല, അതിന് കണ്ടിട്ടില്ല. പിന്നെ വിലൂപിന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സോ നമ്മളത് കാണാൻ പോവാണ്. ഓക്കെ, കുട്ടി വ്ളോഗായിരിക്കും. സിദ്ധുവിന്റെ ഉള്ളിലാണ് ഇയാള് ജീവിച്ചിരുന്നത്. ഞാൻ പണ്ട് കണ്ട കാലഘട്ടത്തിൽ എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു 7ാം ക്ലാസ്സിൽ എന്തായിരുന്നു, എനിക്ക് ആകെ 1-2 കാര്യങ്ങൾ മാത്രമേ ഓർമ്മ ഉണ്ടായിരുന്നുള്ളൂ. ഏതൊക്കെ ഓർമ്മയില്ല, എത്ര ക്ലാസ്സിലും പോലും എനിക്ക് ഓർമ്മയില്ല. സോ നൗ ഐ ഫീൽ സോ ഇൻസൈഡ് ടു സീ ഇറ്റ്. സോ കണ്ടിട്ട് വരാം. നമ്മൾ പോണ വഴിക്കാണ്, നമ്മൾ ചോദിച്ചാൽ കയറിയിട്ട് പോകുന്നു. ഓക്കെ, ഞാൻ അതുകൊണ്ട് ലോങ് എടുക്കാന്. എങ്ങടാ? കാലിക്കറ്റ്. ആക്ച്വലി നമ്മൾ ഈ വഴി വരാറില്ല കേട്ടോ. ആക്ച്വലി ഞങ്ങളുടെ ഒരു കസിനെ കാണാനുണ്ടായിരുന്നു, ബ്രദറിനെ കാണാനുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ കുറച്ച് ദൂരം ബാംഗ്ലൂർ അപ്പുറത്തെ സൈഡിലെത്തി. പിന്നെ അവിടെ തിരിച്ചോ ബുദ്ധിമുട്ടായിട്ട് കാണാൻ പറഞ്ഞു. നമുക്ക് മൈസൂർ റൂട്ട് പോകുന്നു. അതാണ് വെച്ചിട്ട് എളുപ്പം ബ്ലോക്കിലാണ്. അപ്പൊ വരുന്ന വഴിക്ക് മൈസൂർ പാലസ് അങ്ങനെ കാണാൻ വിളിച്ചു. അപ്പൊ നമ്മള് ബ്ലോഗ് ഇടാന്ന് വിചാരിച്ചു. കുതിരയോ? കുതിരയോട് പോകാൻ പറ്റുമോ? ഞാൻ പോകാൻ കുതിരയില്. എത്ര പൈസ നോക്കിയോ? 120 ഒരാൾക്കാ? അത് ചോദിച്ചാ? ചേട്ടൻ പറഞ്ഞു അവിടെ കൗണ്ടർ ഉണ്ട്, അവിടുന്ന് പോയി പേടിച്ചിട്ട് വരാം. കുറെ കാലത്തിന് ശേഷം ലോങ് വീഡിയോ എടുക്കണതിന്റെ ഒരു സന്തോഷമുണ്ട് എനിക്ക്. ബട്ട് ഇവിടെ എന്തോ ഒരു ഭംഗി കുറവില്ലടാ. ആണോ? ആന്താ ഈ ഫോണില് ഇവിടെ കൊറേ കുതിര, പീരങ്കി അതിന്റെ ഒക്കെ ഉണ്ട് കേട്ടോ. ഇറ്റ്സ് നൈസ് ടു സീ ആക്ച്വലി. പൈസ എടുക്കാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് ഇത്ര രൂപയായിട്ട് വരുന്നത് 120, 70, 50,000. ഇതെന്താണ് എനിക്ക് മനസ്സിലായിട്ടില്ല. കന്നഡയിലാണ് എഴുതിയിരിക്കുന്നത്. നമുക്ക് 120 ആവുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. നീ വായിച്ച അഡൾട്ട് പേഴ്സൺ 120, 10 വയസ്സ് തൊട്ട് 18 വയസ്സ് വരെയുള്ള സ്റ്റുഡൻസാ. നോൺ അഡൾട്ട് 70. സ്റ്റുഡൻസ് കുഞ്ഞു കുട്ടികളോ? സ്റ്റുഡൻസ്, ടൂറിസ്റ്റ് 50. ടൂറിസ്റ്റുകൾ കൂടുതലോ? ടൂറിസ്റ്റ് അല്ലടാ, സ്റ്റുഡന്റ് ടൂറിസം. ഇത് ഫോറിനേഴ്സ് 1000. ഒറ്റടിക്ക് 1000. ഓ മൈ ഗോഡ്. സോ കണ്ണൻ പൈസ എടുത്തിട്ട് വന്നു. നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് കയറാം. കണ്ണ കാണാലോ? കണ്ണനെ കണ്ട എന്നെ കാണില്ല, എന്നെ കണ്ട കണ്ണനെ കാണില്ല. എന്തൊരു കഷ്ടമാണ്. ഓ കണ്ണാട് നോക്കി ഫ്രെയിം. ബ്യൂട്ടിഫുൾ ഗൈസ്, ബ്യൂട്ടിഫുൾ. ഞാൻ വേണ്ട വന്നു, എനിക്ക് ഓർമ്മൊന്നുമില്ല. എന്ത് പക്ഷെ നല്ല ഭംഗിയാണ്. സോ ബ്യൂട്ടിഫുൾ. പക്ഷെ നമ്മൾ ആഗ്രഹിക്കില്ലേ നമ്മൾ രാജകുമാരി ആയിരുന്നെങ്കിൽ എന്നൊക്കെ. ആവൊന്നുമില്ല, പക്ഷെ വെറുതെ ആഗ്രഹിക്കുക. എന്ത് രസമല്ല ഇങ്ങനെ കൊട്ടാരത്തിലൊക്കെ താമസിക്കാൻ പറ്റാന്നൊക്കെ പറഞ്ഞാല്. 2 പോണൊക്കെ എൻ്റെ മുന്നിലുള്ളത് ഒരു മൈൻഡും ഇല്ലാണ്ട് നാട്ടൊക്കെ അങ്ങോട്ട് പോണൊക്കെ ഒരു മൈൻഡും ഇല്ലാണ്ട് കണ്ണനാക്ക് എന്താ നിന്നെ ഞാൻ പുച്ഛിക്കൂ. കൊറേ മലയാളീസ് ഉണ്ട്. ട്രിപ്പ് വന്ന പിള്ളേരൊക്കെ ഉണ്ട്. പറയായിരുന്നു കേരളത്തിൽ നിന്ന് ഒക്കെ വലുതായി നമുക്ക് മുതുക്കന്മാരായി. ഇവനും ഞാനും തമ്മില് 3 വയസ്സിന് വ്യത്യാസാ. എനിക്ക് 25 വയസ്സ്, അങ്ങനെയാണെങ്കിൽ നിനക്ക് 22 വയസ്സായി ഉണ്ടാവില്ലേ? ശരീരം കൊണ്ട് 22 വയസ്സായി, അവന് 25 വയസ്സായി എന്നെ കളിയാക്കണേ. ഞാൻ എന്താണ് അവര് പോയി ബാത്റൂമിൽ. ഇപ്പൊ ഞാൻ ഒറ്റയ്ക്ക്. എന്താ ഭംഗി, എന്താ രസം. എനിക്കിഷ്ടമാണ് കൊട്ടാരങ്ങളിലെ വീഡിയോ. എനിക്ക് ഭയങ്കര അറിവുണ്ടെന്നല്ല, പക്ഷെ എനിക്ക് ഇഷ്ടമാണ് എന്താ അറിയില്ല കാണാൻ. എന്തൊരു ഭംഗി.
കിടക്കണമെങ്കിൽ വേറെ ക്യൂ ഉണ്ടെന്ന് തോന്നുന്നു ഗൈസ്. അത്ര തിരക്കും എന്താ സംഭവം മനസ്സിലാവുന്നില്ല. കയറി നോക്കാം. ചെരുപ്പ് എടുത്തേക്കണം ഗൈസ്. ചെരുപ്പ് ഫുള്ളുണ്ട് ഇവിടെ. ഇതിൽ കയറാനാന്ന് തോന്നുന്നു ചെരുപ്പ് അഴിപ്പിച്ചത്. ആരും ചെരുപ്പൊന്നും ഊരിട്ടില്ലല്ലോ. നമ്മളെന്തിനാ ചെരുപ്പൂരി? എനിക്കറിയില്ല. ഇതേ അവിടെ വേറൊരു ടെമ്പിൾ ഉണ്ട്. ഇപ്പൊ ചെരുപ്പൂരി അടക്കാണ് ഗൈസ്. നമ്മളെന്തിനാണ് ഇപ്പൊ ചെരുപ്പൂരി? ഞാൻ മുമ്പേ പറഞ്ഞല്ലോ നല്ല തിരക്കുണ്ടെന്ന്. പ്രതിവർഷം 60 ലക്ഷം സന്ദർശകർ വരെ വരുന്നുണ്ടെന്നാണ് പറയുന്നത്. 14th സെഞ്ചുറിയിലെ ഒരു മരം കൊണ്ടുള്ള കൊട്ടാരമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അത് പിന്നീട് ഒരു സാഹചര്യത്തിൽ അങ്ങനെ കത്തി നശിപ്പിക്കപ്പെടുകയും പിന്നീട് 1897 ഇപ്പൊ കാണുന്ന ഈ കൊട്ടാരം നിർമ്മിക്കപ്പെട്ടത് കേട്ടോ. 1912 ഇപ്പൊ കാണുന്ന കൊട്ടാരത്തിന്റെ പണി പൂർത്തിയായത്. പിന്നീട് 1940കളിൽ വീണ്ടും വിസ്തൃതമാക്കിയിട്ടുണ്ട്. സോ ഒരുപാട് തവണ ഇങ്ങനെ റിനോവേഷൻ ഒക്കെ ചെയ്ത് മാറ്റപ്പെട്ടിട്ടുള്ള ഒരു കൊട്ടാരമാണിത്. ഇന്ത്യയിലെ തന്നെ പ്രധാന ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് കേട്ടോ. അംബാവിലാസ് കൊട്ടാരം എന്നും ഈ കൊട്ടാരം അറിയപ്പെടുന്നുണ്ട്. മൈസൂർ ഭരിച്ചിരുന്ന വാഡിയാർ രാജവംശത്തിന്റെ ഔദ്യോഗിക വസതിയായിരുന്നു ഈ കൊട്ടാരം. പിന്നെ എല്ലാവർക്കും അറിയുന്ന പോലെ മൈസൂര് കൊട്ടാരങ്ങളുടെ നഗരം എന്നും കൂടിയാണ് അറിയപ്പെടുന്നത്. ആ മൈസൂരിലെ തന്നെ ഏറ്റവും ഫേമസ് ആയ പ്രസിദ്ധമായ കൊട്ടാരം ഇതാണ് കേട്ടോ. ഇവരുടെ ദർബാർ ഹാളും അതുപോലെ ചിത്രങ്ങളും ഇപ്പൊ നിങ്ങൾ മുകളിലൊക്കെ നോക്കിയാൽ കാണുന്ന ഈ ചിത്രങ്ങൾ വരച്ചതാണെങ്കിൽ എന്തൊരു ഭംഗിയാന്നറിയോ. പിന്നെ നിങ്ങൾക്ക് ഗൈഡിന് ആവശ്യമുണ്ടെങ്കിൽ പൈസ കൊടുത്താൽ ഗൈഡിന് കിട്ടുന്നതാണ്. നമ്മളവിടെ എഴുതി വെച്ചതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഫോറിനേഴ്സ് വെച്ചാൽ ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്ഥലമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാടിൻ്റെ ഒരു കൾച്ചർ അതുപോലെ തന്നെ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പ്ലേസ് ആണ്. അവർക്ക് കാണുമ്പോൾ വളരെ പുതുമ തോന്നുന്നു എനിക്ക് തോന്നുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായി കണ്ടപ്പോൾ കേട്ടോ. നമ്മുടെ മൈസൂർ പാലസ് നമ്മളത് കണ്ടെടുക്കാണ്. ഭയങ്കര തിരക്കാണ്. എനിക്ക് തോന്നുന്നില്ല കേട്ടോ മുഴുവൊക്കെ ഇപ്പൊ കാണിക്കേണ്ടത്. ഭയങ്കര തിരക്കാണ്. സോ അങ്ങനെയൊക്കെ നമ്മൾ കണ്ടു തീർത്തു. ബ്ലോഗോടെ ഞാൻ കട്ട് ചെയ്യാൻ. സോ നമ്മളിന്ന് എന്താ പറയുന്നത്, നമ്മളിപ്പോൾ ഇന്ന് ആലപ്പുഴ പോവാണ്. കുറച്ച് ദിവസമായിട്ട് ഓട്ടമാണ് കേട്ടോ. സോ ആക്ച്വലി അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് വീഡിയോസും കാര്യങ്ങളും എഡിറ്റിങ്ങും പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. മിലുബിൻ്റെ സിസ്റ്റർ വരും, ലൈക്ക് അവൻ്റെ മേമയുടെ മോള് ദുബായിൽ നിന്ന്. അപ്പോൾ അവൾ ഓൾറെഡി വന്നിട്ടുണ്ട്, ഇന്നലെ വന്നിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് അവിടെ ഒരു ഹൗസ് വാമിംഗ് ഉണ്ട്. അപ്പോൾ അത് അറ്റൻഡ് ചെയ്തിട്ട് അപ്പോൾ നമുക്ക് അവിടെ കാണണം. ഇന്ന് അവിടെ സ്റ്റേ ചെയ്യും. പിന്നെ നാളെ അവിടെ എയർപോർട്ടിലാക്കിയിട്ട് നമ്മൾ പോരും. സോ നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് എത്തിയിട്ടുള്ളൂ ഇന്നലെ. പിന്നെ കുറേ പരിപാടികളുണ്ടായിരുന്നു. ബാങ്കിൽ പോകാണ്ടായിരുന്നു, വേറെ കുറേ സ്ഥലത്ത് പോകാണ്ടായിരുന്നു, കുറേ ടെക്നിക്കൽ ഇത് മറ്റേത്. പിന്നെ നമ്മൾ പുതിയ ഫോൺ എടുത്തു. ഞാൻ ആക്ച്വലി പുതിയ ക്യാമറ മേടിക്കുന്ന പ്ലാൻ ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു അത് മേടിക്കാം. പക്ഷേ ഫോർ സം റീസൺ അതങ്ങ് കുറച്ച് ഡിലേ ആയിരുന്നു. പിന്നെ അങ്ങനെ ഫോൺ മാറ്റാം എന്നുള്ള പോയിന്റിലേക്ക് എത്തി. എൻ്റെ ഫോണിലാണെങ്കിൽ ചെറിയൊരു ബ്ലാക്ക് ഡോട്ട് വന്നിട്ടുണ്ടായിരുന്നു. 14 Pro ആയിരുന്നു എൻ്റെ ഫോൺ. പിന്നെ ഞാൻ പൊതുവേ എല്ലാ 2 years കഴിയുമ്പോഴേ 12 പിന്നെ 14 Pro കഴിഞ്ഞാൽ പിന്നെ 6 അങ്ങനെ എടുക്കാനുണ്ട്. പക്ഷെ ഇപ്രാവശ്യം ഞാൻ വിചാരിച്ച ക്യാമറ എടുക്കാമെന്നാണ്. പക്ഷേ ഈ പറഞ്ഞ ഡിലേ ആയപ്പോൾ പിന്നെ മിലുബ് പറഞ്ഞു എന്തായാലും ഫോൺ മാറ്റിക്കോ, അങ്ങനെയാണ് മറ്റാണെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ വെച്ച് ഫോൺ മാറ്റാനും. പിന്നെ ഇതെടുത്ത സ്ഥിതിക്ക് ഇപ്പോൾ ഞാൻ ക്യാമറ എടുക്കണ്ടാവില്ല. ബിക്കോസ് ക്യാമറ ക്വാളിറ്റി ഒക്കെ ഏകദേശം സെയിം ആയിരിക്കും. അപ്പോൾ ഞാൻ ചിലപ്പോൾ വാങ്ങുമായിരിക്കും ഭാവിയിൽ. എനിക്കറിയില്ല, എനിക്ക് ഇഷ്ടമാണ് ക്യാമറ മേടിക്കാൻ. ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ യൂസ്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ക്യാമറ മേടിക്കാൻ. സോ അങ്ങനെ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആലപ്പുഴ പോകണം. അതിന് മുമ്പ് കുറച്ച് വർക്ക് നിൽക്കാനുണ്ട്. അങ്ങനെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചു കേട്ടോ. ആൻഡ് ദിസ് ലിപ്സ്റ്റിക് ഇസ് എ മിക്സ് ഓഫ് 4 to 5 shades. ഓക്കെ, അത്രയും ലിപ്സ്റ്റിക്സ് മിക്സ് ചെയ്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ എല്ലാവരും ഷെയ്ഡ് ചോദിക്കരുത്. പിന്നെ വ്യത്യാസം അറിയുന്നുണ്ടോ? അപ്പോൾ കുറേ പേര് പറയുന്നുണ്ട് കേട്ടോ. 6 വെച്ചാൽ ക്യാമറ അത്യാവശ്യം നല്ല ചേഞ്ച് വന്നിട്ടുണ്ട്. എനിക്കറിയണില്ല. ഞാൻ എന്തായാലും മേടിച്ചിട്ടുള്ളൂ, യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് വ്യത്യാസങ്ങളൊന്നും അറിയില്ല. പക്ഷെ കുറച്ചൊരു വെളിച്ചം വന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. നമുക്കെന്തായാലും നോക്കാം. സോ നമുക്കെന്തായാലും നോക്കാം. ഇന്നിവിടെ ആരുമില്ല, അമ്മ ഇല്ല, അമ്മ ജോലിക്ക് പോയി, അച്ഛൻ ബാങ്കിൽ പോയി, മിലുബ് ഉണ്ടായിരുന്നു, അവനും ബാങ്കിൽ പോകണം, അവനും പോയി മായമ്മയോടൊപ്പം. അപ്പോൾ ഞാൻ ലോൺലി ആൻഡ് ഐ എം വ്ളോഗിങ്. എനിക്ക് കുറേ വർക്ക് ഉണ്ട്, അല്ലെങ്കിൽ ഞാനും പോയത്. പക്ഷേ ഈ കുറേ വർക്ക്സ് ഉണ്ട് തീർക്കാൻ. സോ അതന്നെ. പിന്നെ എൻ്റെ ഫോണിൻ്റെ കവർ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇന്നലെ വാങ്ങാൻ പോയപ്പോൾ കുറച്ച് ക്ലിപ്സും ഫോണിൻ്റെ അൺബോക്സിംഗ് ഒക്കെ കാണിച്ചു തരാം കേട്ടോ. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള കാര്യം എടുത്തിട്ടുള്ളത്. പിന്നെ ഓൾസോ മിലുബും ഒരു ഫോൺ അപ്ഡേറ്റ് ചെയ്തു. അവൻ്റെ 13 ആയിരുന്നു, അവൻ 16 ആയിരുന്നു.
ഫഹദിൻ്റെ ടീഷർട്ടാണ്. എൻ്റെ കോളേജിൽ പഠിക്കുമ്പോൾ ഫഹദിൻ്റെ ഫഹദിന് കൊടുത്ത ടീഷർട്ടാണ്. അപ്പോൾ ഞാൻ അതിലാണ്ടപ്പോൾ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ മേടിച്ചിട്ട് അതേ ടീഷർട്ടാണ് ഇതെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ഒരു എനിക്കത് തോന്നുന്നു. ഇതേപോലെ ടീഷർട്ട് ഇതല്ല 2-3-4 ടീഷർട്ട് ഞാൻ വേണ്ടി മേടിച്ചിട്ടുണ്ട്. ഒന്ന് പോയി വന്നതിൻ്റെ ബാഗുകളൊക്കെ എടുക്കുകയാണ്. അത് എടുക്കണേക്ക് മുമ്പ് അടുത്ത ഇതായി. അപ്പോൾ അങ്ങോട്ട് പോകണം. ഏകദേശം എനിക്ക് തോന്നുന്നു 3 to 4 hours ഉണ്ട്. ഇവിടെ ദൂരം ഉണ്ട് കേട്ടോ. ട്രാഫിക് ഒക്കെ വെച്ചിട്ട് ഭയങ്കര ലേറ്റ് ആണ്. പിന്നെ എനിക്ക് കുറച്ച് ഹോള് കാണിക്കാൻ കേട്ടോ. ഇനി ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് കുറച്ചധികം സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. ലൈക്ക് കുറച്ച് കമ്മലുകൾ, സെഫോറ പോയി ലിപ്സ്റ്റിക് അത് ഇത് എന്നൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഹലോ, സോ നമ്മൾ വിചാരിച്ചു നിങ്ങൾക്ക് കുറച്ച് ഹോള് കാണിച്ചു തരാം, എന്നിട്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാന്ന്. ഫസ്റ്റ് നമ്മൾ വെസ്റ്റ് സൈഡിൽ നിന്ന് ഒരു സാധനം മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ടോപ്പാണ് വാങ്ങിയത്. ഇതൊരു 499 ടോപ്പായിരുന്നു. പക്ഷെ ഇതൊക്കെ ചെളി പിടിച്ചിരിക്കുക കേട്ടോ. മൈസൂർ പാലസ് കാണാൻ പോയപ്പോൾ നമ്മൾ ഇട്ടുണ്ടായിരുന്നതാണത്. ഇത് വാഷ് ചെയ്യണം കേട്ടോ. ദിസ് വൺ മിനിസോളോ കേട്ടോ. മിനിസോളോ ഞാൻ കുറേ നോക്കി, പക്ഷെ എനിക്ക് അത്യാവശ്യം പ്രൈസ് ഉള്ള പോലെ തോന്നിയത്. പിന്നെ ഒന്നും എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളില്ല, വെറുതെ മേടിക്കണമെങ്കിൽ ഉള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആവശ്യമുള്ളത് തോന്നിയില്ല. പക്ഷെ എനിക്ക് രസത്തിന് അത് മേടിച്ചു. ഡീപ്പ് ക്ലെൻസിങ് ഈ ഒരു പോർ സ്ട്രിപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഇത് ട്രൈ ചെയ്ത് നോക്കുന്ന വീഡിയോ ഞാൻ ഇടാം. ഇതോട്ടോ ഈ ഒരു ഫേസ് മാസ്ക് പാക്ക് എന്നപോലെ ഇതിൽ ഫേസ് വാഷ് ഉണ്ട്, സിറം ഉണ്ട്, ഗ്ലോ അപ്പ് ഫേസ് മാസ്ക് ഉണ്ട്. അപ്പോൾ എനിക്കിത് രസമായിട്ട് തോന്നി. ഇതിൻ്റെ പ്രൈസ് 90 rupees, ഇതിന് 90 rupees, ഇതിന് 170 rupees കേട്ടോ. അതായത് വലിയ വില കുറവൊന്നുമില്ല. നിങ്ങൾക്ക് ആമസോണിൽ ഇതേ റേറ്റിന് കിട്ടുന്നതാണ്. സോ ഞാൻ ജസ്റ്റ് മിനിസോ എന്നുള്ളതിൽ വെച്ചിട്ട് വാങ്ങിട്ടോ. ഇത് ആക്ച്വലി കുറേ ഹോളുണ്ട്, നൈക്ക ഹോളുണ്ട്, കുറേ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ. ഇത് പിന്നെ ഞാൻ ഓർഗാനിക്കിന് പഠിത്തം മേടിച്ചത്. ഇത് ഞാൻ ഹോള് വേറെ പ്രോപ്പറായിട്ട് ലോങ് വീഡിയോ ആയിട്ട് നമ്മൾ ക്യാമറയിലൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. വ്ളോഗെല്ലാം കുറേ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ സെഫോറയിൽ നിന്ന് വാങ്ങിയതാണ്. 2 മേടിച്ചിട്ടുള്ളൂ. പക്ഷെ 300 something rupees-ആയി. 1450 എന്ന ഈ ലിപ്സ്റ്റിക്കിന് കേട്ടോ. ഇത് ഭയങ്കര അടിപൊളി ലിപ്സ്റ്റിക്കാണ്, ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ്. അതിൻ്റെ ഒരെണ്ണം ഞാൻ ഇട്ടിട്ടുണ്ട്, പക്ഷെ ഇത് കുറച്ച് മിക്സ് ചെയ്തിട്ടാണ് ഇട്ടിട്ടുള്ളത്. അപ്പം ഞാൻ 2ൻ്റെയും ഇട്ടിട്ടുള്ള ക്ലിപ്പ് ചെയ്യാൻ കൊടുക്കാം കേട്ടോ. ഒരെണ്ണം നമ്പർ 18, ഒരെണ്ണം നമ്പർ 25 ആണ്. ഞാൻ ഇട്ടിട്ട് പുറത്ത് പോയിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ ക്ലിപ്പ് ചെയ്യാൻ കൊടുക്കാം. നമ്പർ 18, നമ്പർ 25 ആണ്. ഭയങ്കര അടിപൊളിയാണ്, നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. എപ്പോഴും വിചാരിക്കും ഞാൻ ഇപ്പോൾ സെഫോറ പോയിട്ട് മേടിക്കാം, അപ്പം അങ്ങനെ മേടിച്ചാണ്. പിന്നെ എനിക്ക് കാണിക്കാനുള്ളത് കുറേ ഇയറിങ്സ് ആട്ടോ. സോ ഇതാട്ടോ, ഈ കമ്മൽ കണ്ടിട്ടാണ് ഞാൻ അവിടെ നിന്ന് കമ്മലുകൾ വാങ്ങാൻ തീരുമാനിച്ചത്. ആൻഡ് ഓൾസോ എനിക്ക് ഭയങ്കര അഫോർഡബിൾ ആയിട്ട് തോന്നി. എനിക്ക് അത്യാവശ്യം നല്ല അഫോർഡബിൾ ആയിട്ട് തോന്നി. ഇത് 250 എന്തോണം ആയത് കേട്ടോ. സാധനമായിട്ട് ഇതിൻ്റെ ലിങ്കൊക്കെ ഞാൻ കൊടുക്കാം. ഇത് ഭയങ്കര അടിപൊളിയാണ്. ഇതിൻ്റെ ഒരെണ്ണം എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ ഓൾറെഡി ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ എൻഗേജ്മെൻറ്റ് പോയപ്പോൾ വീഡിയോയിൽ കണ്ണൊക്കെ എഴുതിയപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ലിപ്സ്റ്റിക്ക് ഏതാ യൂസ് ചെയ്യുന്നതൊക്കെ. ഇതൊരു ഡുവൽ ക്രോം ഐ പെൻസിലാണ്. ഇത് ഭയങ്കര ക്വാളിറ്റിയാണ്. ഇതിങ്ങനെ എഴുതുമ്പോൾ ഒരു തിളക്കുണ്ടാവും, പക്ഷെ 2 കളർ ഉണ്ടാവും. ഇത് ഭയങ്കര അടിപൊളിയാണ്. ഇതൊരു ബ്ലൂ കളറും ഇതൊരു പിങ്ക് വരുന്നതാണ്. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഞാൻ ഫസ്റ്റ് വാങ്ങിയതിൻ്റെയായിരുന്നു. ഒരു വൈറ്റിൻ്റെ മുകളിൽ കുറച്ച് കളർ വരുന്നത്. അത് ഞാൻ എൻ്റെ വീഡിയോസ് ഞാനോട് കൊടുക്കുമ്പോൾ ഭയങ്കര അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ എന്നോട് എല്ലാവരും ചോദിച്ചതാണ്, എൻ്റെ ഫ്രണ്ടിൻ്റെ വെഡിങ് പരിപാടിക്ക് പോയപ്പോൾ ഞാൻ ലിപ്സ്റ്റിക് ഏതാണ്. ഇത് നിക്സിൻ്റെ പ്രൊഫഷണൽ മേക്കപ്പ് ഒരു ഗ്ലോബൽ സിറ്റിസൺ എന്ന് പറഞ്ഞ ഷെയ്ഡിൻ്റെ പേര്. ഇത് ഞാനൊരു ഇൻഫ്ലുവൻസർ കണ്ടിട്ട് പറഞ്ഞു മേടിച്ചാണ്. ഇതൊരു ഭയങ്കര ഒരു ഡീപ്പ് ന്യൂഡ് ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ ഞാൻ പലപ്പോഴും ചിലപ്പോൾ ഒറ്റയ്ക്ക് ഇടാറുണ്ട്, പക്ഷെ പലപ്പോഴും ഞാൻ മിക്സ് ചെയ്തിട്ടിടാറുണ്ട്. ഒറ്റയ്ക്ക് ഉണ്ടായിക്കാളും എനിക്കിത് മിക്സ് ചെയ്തിട്ടുണ്ടാണ് രസം തോന്നാറുള്ളത്. അതിന് ഇതിൻ്റെ തൊട്ടപ്പുറത്തിന് ഗ്ലോസ് വരുന്നുണ്ട്. അത് ഏറ്റവും അടിപൊളിയെന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മൾ പൊതുവേ ചില ലിപ് ഗ്ലോസ് ഒക്കെ ഇട്ടാൽ ലിപ്സ്റ്റിക്കിൻ്റെ കളർ സ്പ്രെഡ് ആയിപ്പോൾ ഇതിന് അങ്ങനെ ഒന്നുമില്ല. ഇറ്റ്സ് റിയലി നൈസ്, നല്ലൊരു ഷെയ്ഡാണ്. അങ്ങനെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഇവിടെ വീഡിയോ കൊടുക്കാം. എല്ലാവരും വെച്ചായിരുന്നാണ്. ഇപ്പോഴും ഞാൻ ഈ ഷെയ്ഡ് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇറ്റ്സ് റിയലി നൈസ്. ഇഷ്ടപ്പെട്ട 2 ഷെയ്ഡ്സാണ്. 2-4 ഷെയ്ഡ്സ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ലിപ് ക്രയോൺ ആണ്, നമ്മുടെ സ്വന്തം സ്വിസ് ബ്യൂട്ടിയുടെ. ഈ ഷെയ്ഡിൻ്റെ പേര് ചോക്കോബാർ. കണ്ടേ, നോക്കൂ ഇതുള്ള ഷെയ്ഡാണ്. ഞാൻ പലപ്പോഴും ഈ ഷെയ്ഡൊക്കെ കൂടി മിക്സ് ചെയ്തിട്ടാട്ടോ ഇടാം. ഈ ഷെയ്ഡും നേരത്തെ കാണിച്ച ഒരു ഷെയ്ഡൊക്കെ മിക്സ് ചെയ്തിട്ടാ, നിക്സിൻ്റെ ഷെയ്ഡൊക്കെ മിക്സ് ചെയ്തിട്ട് അടിപൊളിയാണ്. ഇത് കുറച്ചൊരു ഡാർക്കാണ്. ഇതിനിപ്പോൾ മറ്റേ ഷെയ്ഡ് ആഡ് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു നാച്ചുറൽ അല്ല, ഭയങ്കര ബ്യൂട്ടിഫുൾ. നമ്മുടെ ഇന്ത്യൻ സ്കിൻ ടോൺസിനൊക്കെ ഇത് ഒരു ഇപ്പോൾ സ്കിൻ ടോൺസിന് എല്ലാവർക്കും ഇടാം കേട്ടോ. ഇതിനാണ് ഷെയ്ഡ് കിട്ടും. പിന്നെ എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഇത് സ്വിസ് ബ്യൂട്ടിയുടെ തന്നെ
ആർട്ടിസ്റ്റ് ന്യൂഡ് എന്ന് പറഞ്ഞ ലിപ് ക്രയോനാണ്. ഇതൊക്കെ നല്ല ഷെയ്ഡ്സ് ആണോ. ആർട്ടിസ്റ്റ് ന്യൂഡ് അത് ഇതാണ് ഷെയ്ഡ്. പിന്നെ ഇതൊക്കെ ഇത് ഭയങ്കര ഡീപ്പ് ഷെയ്ഡ്. കാരണം ഇത് വ്യത്യാസം ഉണ്ട് കേട്ടോ, മനസ്സിലാവുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കണു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇത് വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായിരിക്കുന്നത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം. പിന്നെ ഞാൻ പുതിയ സാധനം മേടിച്ചിട്ടുണ്ട്. വേറെ ഒന്നുമില്ല, ഡൈസൺ. പണ്ട് ഡൈസൺ ഉണ്ടായിരുന്നു, പിന്നെ ഞാനത് കൊടുത്തു. ബിക്കോസ് ആ ഡൈസൺ എനിക്ക് വർക്ക് ആയിരുന്നില്ല. ഫോർ സം റീസൺ എനിക്കത് വർക്ക് ആയിരുന്നില്ല. പക്ഷേ ഞാനിപ്പോൾ ഒരു പുതിയ സാധനം മേടിച്ചു, പുതിയ ഡൈസൺ ഉള്ളു. അത് വാങ്ങി എനിക്കത് വർക്ക് ആവുന്നുണ്ട്. എനിക്കറിയില്ല, എനിക്കത് വർക്ക് ആവുന്നുണ്ട്. സോ അതുകൊണ്ട് എനിക്കിപ്പോൾ നിങ്ങളിപ്പോൾ കുറച്ച് കാലമായിട്ട് നോക്കിയാൽ ഹെയർ സ്റ്റൈലിൽ ചെറിയ ഡിഫറൻസ് കാണാൻ പറ്റും. ലോങ് ലാസ്റ്റിംഗ് ഒന്നും ആയിട്ട് അത്ര ലോങ് ലാസ്റ്റിംഗ് ഒന്നും ആയിട്ട് ഇപ്പോഴും വന്നിട്ടില്ലെങ്കിലും വർക്കിംഗ് ആണ് കുറച്ചൊക്കെ. പണ്ടത്തെക്കാളും ഒരുപാട് ബെറ്ററാണ് എനിക്ക് തോന്നി. സോ നിങ്ങൾക്ക് ഞാൻ എവിടെയെങ്കിലും അത് യൂസ് ചെയ്യുന്നൊരു പ്രോപ്പർ വീഡിയോ ഇടാട്ടോ. കുറച്ചും കൂടെ എനിക്കതിൽ പഠിക്കാറുണ്ട്. സോ അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതോടെ ഇഷ്ടമായി വിചാരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ പറ്റും. ലവ് യു. I'm obnoxious